ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സിനായിരുന്നു നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിൽ കാർബറേറ്റർ ക്ലീൻ ചെയ്യാനും അതുപോലെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാറ്റാനും അതൊക്കെയാണ് കംപ്ലയിൻറ്റ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ എഞ്ചിൻ ഓയിൽ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിൽ നമുക്കത് മാറ്റാറായിരുന്നു. അപ്പോൾ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. അതുപോലെ കാർബറേറ്റർ ക്ലീൻ ചെയ്യാൻ പറയാറുണ്ട്. കാർബറേറ്ററിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഉണ്ടെങ്കിൽ വെച്ചൊടിച്ച് പോകുമ്പോൾ റൈസ് ആവുക, അതുപോലെ ഒരു മിസ്സിങ് ഒക്കെ കാണിച്ചു തരണം. അപ്പോൾ നമ്മൾ കാർബറേറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ കാർബറേറ്റർ ഒന്ന് ഫുള്ളായിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ആ കാർബറേറ്ററിൻ്റെ ഈ ഒരു സ്ലോ ജെറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ട്. അതുപോലെ ഇതിലൊരു പൂക്കരായി പോലെ ഇരിക്കുന്നുണ്ടോ, അത് ശരിക്കും കാണിക്കുന്ന പെട്രോളിൻ്റെ ഒരു കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. പെട്രോളിൻ്റെ അളവ് കൂടിയിട്ട് വരുമ്പോഴുള്ള ഒരു പ്രശ്നമാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ തൽക്കാലം നമുക്കതിൻ്റെ ഈ സ്ലോ ജെറ്റ് മാറ്റിയിട്ട് കാർബറേറ്റർ ഫുള്ളായിട്ട് ക്ലീനർ വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. കാർബറേറ്ററിൻ്റെ ഉള്ളിലും കണ്ടായിരുന്നുണ്ടോ, ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചെളി കാണുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ടൊന്ന് ക്ലീനർ വെച്ച് ക്ലീൻ ചെയ്യാം. റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാർബറേറ്റർ മാറ്റേണ്ടി വരും. കാർബറേറ്റർ ഉള്ളിലും അത്യാവശ്യം കംപ്ലയിൻ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. കാലപ്പഴക്കത്തിൻ്റെ ഒരു കംപ്ലയിൻ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. അതാണ് നമുക്ക് ഒന്നുകൂടി ക്ലീൻ ചെയ്തിട്ട് കറക്റ്റ് ട്യൂണിങ്ങിലാക്കിയിട്ടൊന്നും ഓടിച്ചു നോക്കാം. വീണ്ടും റിപ്പീറ്റ് കംപ്ലയിൻ്റൊക്കെ കാണിക്കുകയാണെങ്കിൽ നമുക്ക് കാർബറേറ്റർ മാറ്റേണ്ടി വരും. അതുപോലെ നമ്മുടെ ഇതിൻ്റെ എഞ്ചിൻ ഓയിൽ കൂടി മാറ്റുന്നുണ്ട്. അപ്പോൾ എത്രയും വർക്ക് ചെയ്ത് വരുമ്പോഴൊരു എസ്റ്റിമേറ്റ് പറയാം. അതിൻ്റെ സോജറ്റ്, കാർബറേറ്റർ ക്ലീനർ, എഞ്ചിൻ ഓയിൽ, നമ്മുടെ സർവീസ് ചാർജ് അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ കേട്ടോ. ഓക്കെ.